നമസ്കാരം, ഞാൻ വിനോദ്. പൈനീർ സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചില മാത്സ് പസിൽസ് പരിചയപ്പെടുത്തി തരാം. മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. നോക്കാം. 1+1+1+1 4 കൂട്ടിയാൽ 6 ആണ്. 2+2+2+2 T ആണ്. 3+3+3+3 E ആണ്. 4+4+4+4 എന്ന് വെച്ചാൽ എത്ര വരും? ഏത് അക്ഷരം വരും? അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇതൊക്കെ 1 1 2 1 3 1 4 4 എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് അക്ഷരം ഇംഗ്ലീഷ് ഏതാണ്? 4 FOUR. ഈ 6 അല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്? അതെ. അങ്ങനെ വരുമ്പോ ഇതോ 2+2 4 4 2 6 6 2 8 EIGHT എന്ന് വരും. T ആണ് അവസാനത്തെ അക്ഷരം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ? അങ്ങനെ പല രീതികൾ വരും. അടുത്ത് നോക്കിക്കേ, 3 3 6 6 3 9 3 12 TWELVE. കണ്ടോ? 12ന്റെ E ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? 4 4 8 8 4 12 12 4 16 എത്രയാണ്? 16. 16 N അല്ലേ അവസാനം തന്നെ. അപ്പോൾ ഇവിടെ ഏതാണ് അക്ഷരം വരേണ്ടത്? N. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ആദ്യത്തെ F ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ F, അടുത്തത് E ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് ഏത് രീതിയിലാണ് ക്രമം നോക്കിയിട്ട് ലാസ്റ്റത്തെ ഉത്തരം കണ്ടുപിടിക്കണം. അത് വേഗത്തിൽ ചെയ്ത് പഠിച്ചാൽ മതി. അപ്പൊ ഇതൊന്ന്. ഇനി അടുത്ത് നോക്കാം. 3 4 8 6 12 16 ഇവിടെ ഏത് വരും? പിന്നെ ഇവിടെ 24. എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ 3ന്റെ ഇരട്ടി ഇങ്ങനെ നോക്കിക്കേ. 3ന്റെ ഇരട്ടിയല്ലേ 6? ഇങ്ങനെ നോക്കണം. 3ന്റെ ഇരട്ടി 6, 4ന്റെ ഇരട്ടിയാണ് 8. ശരിയല്ലേ? ഈ 3ന്റെ ഇരട്ടി 6, 4ന്റെ ഇരട്ടി 8. ഇനിയോ 8ന്റെ ഇരട്ടി 16, 6ന്റെ ഇരട്ടി 12. കണ്ടോ? ഇങ്ങനെ പല രീതിയിലാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത്. ഇനിയോ 12ന്റെ ഇരട്ടിയാണ് 24, അല്ലെ? അപ്പോൾ ഇവിടെ ഏത് വരണം? 16ന്റെ ഇരട്ടി എത്രയാണ്? 32 ഇവിടെ വരുന്നത്, അല്ലെ? കണ്ടോ? 3ന്റെ ഇരട്ടി 6, 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി 16, 6ന്റെ ഇരട്ടി 12, 12ന്റെ ഇരട്ടി 24, 16ന്റെ ഇരട്ടി 32, അല്ലെ? അങ്ങനെ ആണ് ഈ പസിൽ പൂരിപ്പിക്കേണ്ടത്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പസിലുകൾ ധാരാളം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി വയ്ക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ അടുത്ത ക്ലാസ് കാണുന്നവരെ ഏവർക്കും നന്ദി.